ഡ്രൈവർ സ്പീഡ് കുറച്ചാൽ അദ്ദേഹം പറയുന്നൊരു കമന്റ് ഉണ്ട്, എന്നാൽ പിന്നെ കാളവണ്ടിക്ക് കൂടെ സൈഡ് കൊടുത്തോളൂ. അദ്ദേഹത്തിന് സാരമായൊരു പരിക്ക് പറ്റാൻ കാരണം ഇലക്ഷൻ പ്രചരണം കഴിഞ്ഞ് അദ്ദേഹം വളരെ ക്ഷീണിതനായിരുന്നു കാറിൽ കയറുമ്പോൾ. പക്ഷെ പിറ്റേന്ന് കാലത്ത് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് എത്തണം. അങ്ങനെ വന്നപ്പോഴാണ് അദ്ദേഹം കാറിൽ സത്യം പറഞ്ഞ കിടക്കുകയും തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടും വയനാടും പോയിട്ട് പിന്നത്തെ വ്യത്യാസം തിരിച്ചു വരുന്ന ഒരു ലോങ് ട്രിപ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ അംബാസഡറിലായിരുന്നു. കേരളം കണ്ടതിലേക്കും വെച്ച് ഏറ്റവും വലിയ വാഹന പ്രേമികളിൽ ഒരാളായ മുഖ്യമന്ത്രി അത് മറ്റാരുമല്ലായിരുന്നു, നമ്മുടെ സ്വന്തം ലീഡർ. ഇന്ന് ലീഡറിൻ്റെ വാഹന ലോകം അഥവാ വാഹന വിശേഷത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനെപ്പറ്റി പറയാൻ പോകുന്നത് ജൂനിയർ ലീഡർ എന്നറിയപ്പെടുന്ന ശ്രീ കെ മുരളീധരനാണ്. KPCC പ്രസിഡൻ്റായിട്ടും MLA ആയിട്ടും MP ആയിട്ടും സ്ഥാനമലങ്കരിച്ചിരുന്ന ശ്രീ കെ മുരളീധരനെ നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വീലോസിറ്റി. അദ്ദേഹത്തിന് സ്പീഡ് വളരെ ഇഷ്ടമായി. ഇപ്പോൾ ഒരു എന്താ പറയുക, 5 മണിക്ക് തിരുവനന്തപുരത്ത് പരിപാടി ഉണ്ടെങ്കിൽ 6 മണിക്ക് ആലപ്പുഴ, അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫാസ്റ്റായിട്ട് പോകാനുള്ള അംബാസഡറിനെ എത്ര ചവിട്ടിയാലും ഒരു പരിമിതി ഉണ്ടല്ലോ. അദ്ദേഹം തന്നെ ഡ്രൈവർ സ്പീഡ് കുറച്ചാൽ അദ്ദേഹം പറയുന്നൊരു കമൻ്റ് ഉണ്ട്, എന്നാൽ പിന്നെ കാളവണ്ടിക്ക് കൂടെ സൈഡ് കൊടുത്തോളൂ എന്ന് പറഞ്ഞൊരു അനുഭവമുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് 1974 എൻ്റെ ഓർമ്മ. അന്ന് തൃശ്ശൂർ സീതാറാം മില്ലിൽ ഒരു പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം. അന്ന് വ്യവസായ മന്ത്രി TV തോമസ്. അപ്പോൾ TV തോമസ് അന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ, തിരുവനന്തപുരം തൃശ്ശൂർ യാത്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് റെയിൽവേ ഗേറ്റുകൾ ഉണ്ടായിരുന്നു അന്ന്. ഇപ്പം ഇവിടുന്ന് പോകുമ്പോൾ തന്നെ കൊച്ചിയിൽ നിന്ന് റെയിൽവേ ഗേറ്റ്, കൊച്ചി ഐലൻഡിലെ റെയിൽവേ ഗേറ്റ് തന്നെ ഒരുപാട് ടൈം എടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മറ്റേ ചാലക്കുടിയിൽ റെയിൽവേ ഗേറ്റ് ഉണ്ടായിരുന്നു, പുതുക്കാട് ഉണ്ടായിരുന്നു. അന്ന് 4ഓ 5ഓ ഗേറ്റ് ഉണ്ട് തൃശ്ശൂർ എറണാകുളം. അപ്പോൾ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ ഇത്രയും ഭാഗങ്ങൾ റെയിൽവേ ഗേറ്റ്. എറണാകുളം തിരുവനന്തപുരം ആണെങ്കിൽ ഇന്നത്തെ ചേർത്തല ബൈപ്പാസില്ല, ഒരിടത്ത് നിന്ന് ബൈപ്പാസ് ഇല്ല. അപ്പോൾ ആ കാലത്ത് തന്നെ അദ്ദേഹം 6 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ എത്താറുണ്ട്. അതിന് മുമ്പ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ 67-70 കാലത്ത് അന്ന് ഒരു ഫിയറ്റ് കാർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, പ്രീമിയം പത്മിനി. അന്ന് പ്രീമിയം പത്മിനി വന്നിട്ടില്ല, സാധാരണ ഫിയറ്റ്. പ്രീമിയം പത്മിനി പിന്നീടാണ് വരുന്നത്. അന്ന് ഫിയറ്റ് വണ്ടി. ആ ഫിയറ്റ് കാർ അന്നത്തെ ഏറ്റവും പുതിയ വണ്ടിയാണ്. അതിൽ അന്ന് 6 മണിക്കൂർ കൊണ്ട് എത്താറുണ്ട്. ഇന്നിപ്പോ ബെൻസ് വണ്ടി ഉണ്ടെങ്കിൽ പോലും ഒരു 7-8 മണിക്കൂർ അതെ, ട്രാഫിക്കും കാര്യങ്ങളും. അതുകൊണ്ട് അദ്ദേഹം മന്ത്രിയായിട്ട് വന്നപ്പോൾ അന്ന് ഇംബാല കാറാണ് മന്ത്രിമാർക്കൊക്കെ ഉള്ളത്. അപ്പൊ അദ്ദേഹം അന്നത്തെ കാലത്ത് അത് ഉപയോഗിച്ചിരുന്നു. പിന്നെ ടൗണിൽ അംബാസഡർ ഉപയോഗിക്കും, ലോങ് ട്രിപ്പിനൊക്കെ അദ്ദേഹം വലിയ കാറാണ് ഉപയോഗിക്കും. അതിന്റെ മുഖ്യ കാരണം അത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞത്, ഈ സീതാറാം മില്ലിന്റെ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനത്തിന് അദ്ദേഹം ഇവിടെ നിന്ന് പോകുന്നത് 10 മണിക്കോ മറ്റോ പോകുന്നത് തിരുവനന്തപുരത്ത്. അപ്പോൾ ഉച്ചയായപ്പോൾ TV തോമസ് എന്നവിടെ നേരത്തെ തൃശ്ശൂർ എത്തിയപ്പോൾ അദ്ദേഹത്തിന് അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു വൈകുന്നേരം 5 മണിക്ക് നോക്കിയാൽ മതി, കാരണം 10 മണിക്കേ പോന്നിട്ടുള്ളൂ. പക്ഷേ 3 മണിക്ക് തന്നെ അദ്ദേഹം തൃശ്ശൂരെത്തി. അപ്പോൾ TV തോമസ് ഇങ്ങനെയാണെങ്കിൽ എന്തിനാ ഫ്ലൈറ്റ് സർവീസ് എന്തിനാ എന്ന് TV തോമസ് എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് രാമലയത്തുനിന്ന് സീതാറാമില്ലേക്ക് പോകുന്നത്. TV തോമസ് കാറിലെ ഡ്രൈവറോട് പറഞ്ഞു, ഞാൻ ഈ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്, ഇനി സ്ലോയിൽ പോയാൽ മതി, കാരണം എനിക്ക് അദ്ദേഹത്തിന്റെ പോലത്തെ ആരോഗ്യമൊന്നും ഇല്ല എന്ന് അന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി. പിന്നെ അദ്ദേഹം 82-87 മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ബെൻസ് വണ്ടിയാണ്. എന്നെ ആദ്യം ബെൻസ് വണ്ടിയെ ഉപയോഗിക്കാം. ബെൻസ് എന്നുള്ള സ്പീഡ് എന്നുള്ളതാണോ വേറെ എന്തെങ്കിലും കാരണം? അല്ല, ബെൻസ് അധികം വന്ന് ഏറ്റവും സേഫാണ് യാത്രയിലൊക്കെ. അന്നത്തെ കാലം തൊട്ട് തന്നെ ബെൻസ് വണ്ടി ഏറ്റവും സേഫ് ആയിട്ടുള്ള വാഹനമായിട്ടാണ് അന്ന് ഇന്നും കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പിന്നീട് ബെൻസിലേക്ക്. അദ്ദേഹത്തിന്റെ അവസാന കാലം പോലും W210 അതെ ബെൻസ് വണ്ടിയാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അതിനെപ്പറ്റി എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? അല്ല, അത് പിന്നെ ആ വണ്ടി അവസാന കാലത്ത് ഉപയോഗിച്ചിരുന്ന വണ്ടി അന്ന് നമ്മള് സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിയതാണ്. കാരണം ആദ്യം ടൂർ ഉണ്ടായില്ല, അവസാന കാലത്തൊക്കെ ആദ്യം ടൗണിനകത്ത് അല്ലേ ഉണ്ടായിരുന്നു. ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് ബെൻസ് വാങ്ങിച്ചിരുന്നത്. പക്ഷെ നല്ല കൺവീനിയന്റ് വണ്ടിയായിരുന്നു. അതേപോലെ ഇതേ വാഹന ഭ്രമം സാറിനും ഒരു പരിധിവരെ? ഞാന് ടൊയോട്ട കമ്പനി ഇഷ്ടപ്പെടുന്ന ആളാണ്. അച്ഛൻ 72-ൽ
77 അത് ഈ പെട്രോളിന് അന്നത്തെ കാലത്ത് വില അധികം കുറവാണെങ്കിലും അന്നത്തെ MLA-മാർ മന്ത്രിമാരുടെ ശമ്പളമൊക്കെ നോക്കുമ്പോൾ ഒപ്പിച്ചു പോകാൻ കുറച്ച് പ്രയാസം. അതുകൊണ്ട് അധികം ടൊയോട്ട കാർ എടുത്തു. അന്നത്തെ ടൊയോട്ട കൊറോണ. അതെ അതെ. അതിൽ ചെറിയൊരു ഇന്നത്തെ ഒരു പകുതി വലിപ്പമേ ഉള്ളൂ, എന്നാലും ഒരു കൺവീനിയൻ്റ് ആണ് യാത്ര ചെയ്യാനൊക്കെ. അപ്പം അങ്ങനെ അദ്ദേഹം ആ വണ്ടി എടുത്തു, ടൊയോട്ട. അപ്പം എനിക്ക് ആ വണ്ടി വലിയ ഇഷ്ടപ്പെട്ടു. പിന്നീട് ഞാൻ വണ്ടി എടുത്ത കാലത്തെല്ലാം ഈ ടൊയോട്ട കമ്പനിയുടെ ഞാൻ എടുക്കാറുള്ളൂ. ബാക്കി ഏത് കമ്പനിയുടെ വലിയ പബ്ലിസിറ്റി കണ്ടാലും ടൊയോട്ട കമ്പനിയുടെ വാഹനം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അതേപോലെ 2006, 2007 കാലഘട്ടത്ത് മറ്റുള്ളവരെല്ലാം ഇന്നോവയിലേക്ക് കടന്നപ്പോ സാർ ഫോർച്യൂണർ ആണ് ഉപയോഗിച്ചിരുന്ന ഒരു കഥ ഞാൻ കേട്ടു. അതെ അതെ അതെ. അത് 2013 വരെ എൻ്റെ വണ്ടി ഫോർച്യൂണറായിരുന്നു. ഞാൻ ഈ ടൊയോട്ടയുടെ പുതിയ മോഡലുകൾ വരുമ്പോൾ അത് ഞാൻ എടുക്കാറുണ്ട്. അന്ന് ഫോർച്യൂണർ എടുക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? കാര്യം സാധാരണ ഈ പൊളിറ്റീഷ്യൻസ് എല്ലാം ഇന്നോവ പ്രിഫർ ചെയ്തിരുന്ന ഇന്നോവ ഉള്ള കാലത്ത് ഞാനത് ഫോർച്യൂണർ എടുക്കാൻ കാരണം കുറച്ചുകൂടെ, കാരണം അന്ന് ഒരുപാട് യാത്രകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ യാത്രകൾ ഉള്ളത് കൊണ്ട് ഞാൻ ഫോർച്യൂണറാണ് ഉപയോഗിച്ചത്. അപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ MLA ആയിട്ട് വരുമ്പോഴും ഈ ഫോർച്യൂണർ എല്ലാവരുടെയും ഒരു കാഴ്ചയാണ്. MLA ഫോർച്യൂണറിൽ വരുന്ന MLA എന്നുള്ളൊരു. അതെ. സാർ ഇപ്പം സാറിന്റെ കയ്യിൽ ഏത് വാഹനം? ഇപ്പൊ ക്രിസ്റ്റ ആണല്ലേ? അത് ഞാൻ ടൊയോട്ട കമ്പനിയുടെ വണ്ടിയെ ഉപയോഗിക്കാറുണ്ട്. ഹൈക്രോസിലേക്ക് കടന്നില്ലേ സാർ? കിടക്കണമെന്നുണ്ട് ഇനിയിപ്പോ, കാരണം ഇപ്പോഴധികം തിരുവനന്തപുരത്ത് തന്നെയാണല്ലോ ഞാൻ. കാലിക്കറ്റിലേക്ക് വേണ്ടി ഒരു വണ്ടി ബുക്ക് ചെയ്തായിരുന്നു. പക്ഷെ ഇപ്പൊ വല്ലപ്പോഴും ആഴ്ചയിൽ 2 ദിവസം എൻ്റെ കൂടുതൽ. അപ്പൊ സുഹൃത്തുക്കളുടെ വാഹനങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ എൻ്റെ ബ്രദറിലോന്റെ വണ്ടിയുണ്ട്, ഫോർച്യൂണർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒപ്പിച്ചു. കരുണാകരൻ സാർ ഉപയോഗിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം? അല്ല, അത് മുമ്പത്തെ കാലത്തെ ഏറ്റവും ഒരു ആകർഷണത്തുണ്ടായിരുന്ന ഇമ്പാല കാറായിരുന്നു. അന്നത്തെ മന്ത്രിമാർ അത് 70 ഏതാണ്ട് 75 വരെ. പണ്ട് കാലത്ത് 67 EMS മന്ത്രിസഭയിൽ പോലും അന്ന് മുഖ്യമന്ത്രി EMS എന്ന അംബാസഡർ കാറായിരുന്നു. പിന്നീട് അച്യുതൻ അംബാസഡർ കാറായിരുന്നു. പക്ഷെ മന്ത്രിമാർക്ക് ഇമ്പാല കാറൊക്കെയാണ് സത്യം. പിന്നെ 60കളിലൊക്കെ ആ വണ്ടി തന്നെയായിരുന്നു എല്ലാവരും ഉപയോഗിച്ചിരുന്നത്. അന്ന് പെട്രോൾ സർക്കാരിനാണ് കൊടുത്തിരുന്നത്. 64 കാലത്തോട് കൂടിയിട്ടാണ് വണ്ടി പെട്രോള് മന്ത്രിമാർ ഒഴിക്കണം, പക്ഷെ അതിന് കിലോമീറ്റർ ഇത്ര വെച്ചിട്ടുള്ള എന്നുള്ള സിസ്റ്റം കൊണ്ടുവന്നു. അപ്പൊ അതുവരെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ എല്ലാവരും അധികം അംബാസഡറിലേക്കൊക്കെ മാറാൻ കാരണം അതാണ്. കരുണാകരൻ സാറിന്റെ അടുത്ത് അംബാസഡർ ആയിരുന്നോ ഒഫീഷ്യൽ കാർ? ഈ ലോക്കൽ ഓട്ടത്തിനല്ലാതെ അധികം ലോങ് ട്രിപ്പിലൊക്കെ അധികം വലിയ വണ്ടി ഉപയോഗിക്കുള്ളൂ. സാറിന് വ്യക്തിപരമായിട്ട് സാർ അംബാസഡർ ഉപയോഗിച്ചിട്ടുണ്ടോ? ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഈ ടൊയോട്ടയുടെ പുതിയ മോഡലൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ്, ടൊയോട്ടയുടെ ആദ്യം കോളീസ് ആണല്ലോ വരുന്നത്. കോളീസ് വണ്ടി വരുന്നതിന് മുമ്പ് അംബാസഡറാണ് ഉപയോഗിച്ചിരുന്നത്. ഞാൻ ആദ്യം KPC പ്രസിഡന്റ് ആയിട്ട് വരുമ്പോൾ അംബാസഡർ വണ്ടിയാണ്. അന്ന് KPCയിൽ അംബാസഡർ വണ്ടിയുള്ളൂ. അപ്പോൾ അന്ന് ഒരവസ്ഥ, അന്നാണ് ഈ കടലുണ്ടി റെയിൽവേ ദുരന്തം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ അന്ന് MP ആണ്. MP എന്ന് പറഞ്ഞാൽ കോഴിക്കോടിൻ്റെ കീഴിലാണ് വയനാട്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടും വയനാടും പോയിട്ട് പിറ്റേ ദിവസം തിരിച്ചു വരുന്ന ഒരു ലോങ് ട്രിപ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ അംബാസഡറിലായിരുന്നു. അപ്പോഴാണ് ഈ മറ്റേ കോളീസ് ഇറങ്ങുന്നത്. കോളീസ് ഇറങ്ങിയപ്പോൾ ഞാനാണ് ആദ്യം കോളീസ് ഉപയോഗിക്കുന്നത്. പിന്നെ കോളീസ് വാങ്ങി, KPC കോളീസ് വാങ്ങി. എൻ്റെ പേഴ്സണലായിട്ട് കോളീസ് വണ്ടി. MP ആയിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്നത് ഒരു പച്ച കോളീസായിരുന്നു, പച്ച കളർ. അത് അന്ന് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. പിന്നീട് അന്ന് MP-മാരൊക്കെ പച്ച കോളീസ് കുറെ കാലം ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ കോളീസ് മാറിയിട്ടാണല്ലോ മറ്റേ ഇന്നോവ വരുന്നത്. അപ്പൊ സാർ ഇത്രയും നാള് സാറ് വ്യക്തിപരമായിട്ട് നോക്കിയ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം ഏതായിരുന്നു? ടൊയോട്ട ബ്രാൻഡ് എന്ന് പറഞ്ഞു സാറ്, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം? ഇഷ്ടപ്പെട്ട ഇപ്പൊ പുതിയതും ഒക്കെ വന്നിട്ടുണ്ടല്ലോ. പിന്നെ ഇതിന്റെ തൊട്ട് മുമ്പുള്ള വണ്ടിയായിരുന്നു കുറെ. അതായത് പഴയ ഇന്നോവ ഉണ്ടല്ലോ, പഴയ ഇന്നോവയില് കുറെ കൂടെ നമുക്കൊരു സുഖമുണ്ടിരിക്കാം. പക്ഷെ ഇപ്പൊ ക്രിസ്റ്റയിലും സുഖമുണ്ട്. പക്ഷെ വണ്ടിയുടെ കണ്ടീഷൻ നോക്കുമ്പോ ഏത് മുക്കിലും മൂലയിലും കൊണ്ടുപോകുന്ന വണ്ടി ഈ പഴയ ഇന്നോവയാണ്. നമുക്ക് നമ്മുടെ ഓട്ടത്തിന് റൂറൽ ഏരിയയിലും അർബൻ ഏരിയ രണ്ടിലും ഒരുപോലെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ക്രിസ്റ്റ അത്രയും കുറച്ച് റഫായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ക്രിസ്റ്റയൊക്കെ അത്ര അങ്ങോട്ട് എത്തിയില്ല, അത്ര പോരാ. ആക്സിഡന്റ് സംഭവിച്ചെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ സ്റ്റാൻഡേർഡ് 2000നെ പറ്റി ഓർമ്മകളൊന്ന്
അദ്ദേഹത്തിന് സാരമായൊരു പരിക്ക് പറ്റാൻ കാരണം ഇലക്ഷൻ പ്രചരണം കഴിഞ്ഞ് അദ്ദേഹം വളരെ ക്ഷീണിതനായിരുന്നു കാറിൽ കയറുമ്പോൾ. പക്ഷേ പിറ്റേന്ന് കാലത്ത് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് എത്തണം. അങ്ങനെ വന്നപ്പോഴാണ് അദ്ദേഹം കാറിൽ സത്യം പറഞ്ഞ് കിടക്കുകയും. അപ്പം വളരെ നന്ദിയുണ്ട്. ലീഡറിന്റെ വാഹന ലോകത്തെ പറ്റിയുള്ള വിശേഷങ്ങൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോസ് കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ഹാപ്പി മോട്ടറിങ്.